ഹായ് ഗായ്സ്, അപ്പോഴേ നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. പൊറോട്ട, ചപ്പാത്തി, അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറി. അപ്പോൾ ഭയം ഉണ്ടാക്കാം ഇതേട്ടാ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബേസിക് ആയിട്ടുള്ള മസാലയൊക്കെ ഇട്ടിട്ട് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സബോള വറുത്തത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത്, ഇത് അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് അരച്ചത്, പിന്നെ കുറച്ച് തൈര്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ചിക്കനും സബോളയൊക്കെ വറുത്ത സെയിം എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ഇടാം. എന്നിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വെളിച്ചെണ്ണ തെളിയണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇളക്കി ഒരു 5 മിനിറ്റ് മാക്സിമം മതിയാവും. അപ്പോഴേക്കും അതൊന്ന് മൂത്ത് വരും കേട്ടോ. അത് ഈ ഒരു സ്റ്റേജ് ആവണ വരെ നമ്മളത് മൂപ്പിച്ചെടുത്തതിലേക്ക് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സബോള വറുക്കണ സമയത്തും ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തെടുക്കും എന്ന് പറയാം. അപ്പോൾ അതും ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇടണം കേട്ടോ. ഉപ്പിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം ഉപ്പിനുണ്ടാവില്ലല്ലോ, മഞ്ഞൾപ്പൊടിക്ക് ഉണ്ടാവും. അതൊന്ന് നോക്കണ വരെ ജസ്റ്റ് ഒന്നിടാം. ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് മതി. അത് കഴിഞ്ഞാൽ തക്കാളി ഇടാം. ഈ തക്കാളി ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി ഉടയണം. അതുവരെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി അതിങ്ങനെ തക്കാളി ഉടഞ്ഞ് നല്ല പേസ്റ്റ് ആവണം. കണ്ട ഒരു 10 മിനിറ്റ് മാക്സിമം 5 to 10 മിനിറ്റ് മതി. അതിനുള്ളിൽ ഈ ഒരു പരിവം ഇങ്ങനെ ആയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് നമ്മുടെ പൊടികൾ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇതിന് കുറച്ച് ക്രീമി ടേസ്റ്റ് ആവും. അപ്പം അധികം എരിവ് വേണ്ട. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ ഞാൻ ഇടണം അത്രയ്ക്ക് ഇട്ടിട്ടില്ല. അതിന് ഉദ്ദേശിച്ച് ഒരു 1.5 ടീസ്പൂൺ അത്രയും മതി. ഇതിൻ്റെ ഇനി പച്ചമണം പോണ വരെ നമ്മൾ മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഒക്കെ ഒന്നും പച്ചക്കുത്ത് എന്ന് പറയാനായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇടാം, ഗരം മസാല ഇടാം. ഈ 3 പൊടികൾക്കും പച്ചക്കുത്ത് എന്ന് പറയാനായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അടുപ്പ്. എന്നിട്ട് തുറന്നതിന് ശേഷം നമ്മൾ 1 സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. വീണ്ടും നന്നായിട്ട് തൈര് ഈ ഗ്രേവിയൊക്കെ ആയി സെറ്റ് ആവണ വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഇളക്കി നോക്കുക. ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ തെളിയണം. അതുവരെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ ഗ്രേവീനെ എടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഒഴിക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ അണ്ടിപ്പരിപ്പ് കുറച്ചോളം കുതിർത്തിയിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതിൽ നിന്നൊരു പകുതി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മിക്സ് ആയതിന് ശേഷം ഞാൻ സബോള വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള വറുത്ത കാരണം കൊണ്ട് തന്നെ കുറേ നേരം മിക്സ് ചെയ്യുക, വാട്ടുക, അങ്ങനത്തെ പണികളൊന്നും ഇല്ല. ഇനിയൊക്കെ ചടപ്പെടുന്ന പറഞ്ഞാൽ പെട്ടെന്ന് തീരും. പിന്നെ ഇനി നമ്മുടെ കയ്യിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രേ വേണ്ടു. അപ്പോൾ സബോള ഞാൻ ഇവിടെ നന്നായിട്ട് ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവിക്ക് തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് തള വരും. തള വന്നു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ച് നോക്കണം. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവി ചിക്കനിൽ നന്നായിട്ട് കോട്ടാവണം. അതായത് ചിക്കൻ്റെ ആ ഒരു ബ്രൗൺ കളർ കാണാൻ പാടില്ല, ഗ്രേവി ആയിട്ട് മിക്സ് ആവണം. കണ്ട ഈ ഒരു ലെവലിലേക്ക് ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. ഇത് എരിവ് ഉപ്പൊക്കെ നോക്കുക. എരിവില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാലൻസുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തള വന്ന് വരുമ്പോൾ കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല കോംബോയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.